സാർ ഒരു റിക്വസ്റ്റ് സാർ. ഈ വീഡിയോ എന്താന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. കുറെ പേര് കണ്ടിട്ടുണ്ടായിരിക്കും. കാണാത്തവർക്ക് എന്താന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറയാം. അതുപോലെ ഈ വീഡിയോന്റെ ഫുള്ള് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 20 വർഷങ്ങൾക്ക് ശേഷം ഗില്ലി സിനിമ റിലീസ് ചെയ്തു. 2004 ഗില്ലി സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ധരണിയാണ് ഡയറക്ട് ചെയ്തത്. മ്യൂസിക് ഡയറക്ടറായിട്ട് വിദ്യാസാഗർ ആയിരുന്നു. 2004 റിലീസ് ചെയ്ത സിനിമ ഓൾമോസ്റ്റ് 200 ദിവസങ്ങൾക്ക് മേലെ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ഓടിയിട്ടുണ്ടായിരുന്നു. വൻ കളക്ഷൻ ആ സിനിമയ്ക്ക് അന്ന് നേടാൻ പറ്റി. ദളപതി വിജയുടെ കരിയറിൽ തന്നെ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള സിനിമയാണ് ഗില്ലി എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ദളപതിയുടെ ക്യാരക്ടറും അതേപോലെ തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടറായിട്ടുള്ള നമ്മുടെ മുത്തുവേൽ പാണ്ഡ്യൻ എന്നാണ് ക്യാരക്ടർ നെയിം തോന്നുന്നത്, നമ്മുടെ പ്രകാശ് രാജിന്റെ, പിന്നെ തൃഷയുടെ ക്യാരക്ടർ, പിന്നെ ദളപതിയുടെ കൂട്ടുകാരുടെ ക്യാരക്ടർ, അതുപോലെ അതിലെ പാട്ടുകൾ, വിദ്യാസാഗറിന്റെ ഓരോ പാട്ടുകളും അത്രയ്ക്ക് മെച്ചമുള്ള പാട്ടുകളായിരുന്നു. അന്ന് വൺ സെൻസേഷണൽ ഹിറ്റ് ഉണ്ടാക്കിയ സിനിമയാണ് ഗില്ലി എന്നുള്ളത്. ശരിക്കും ഗില്ലി എന്ന് പറയുന്ന സിനിമ ഒക്കടു എന്ന് പറയുന്ന തെലുങ്ക് സിനിമയുടെ റീമേക്കാണ്. കുറെ പേർക്ക് അത് അറിയാം. ആ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് മഹേഷ് ബാബു ആണ്. മഹേഷ് ബാബുവും ഭൂമികയാണ് അതിൽ മെയിൻ റോൾസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സിനിമയുടെ റീമേക്കാണ് ഗില്ലി എന്നുള്ളത്. കുറെ പേർക്ക് ഇപ്പോഴും സത്യം പറഞ്ഞ ആ ഒരു കാര്യം അറിയില്ല. കാരണം ഒരു ടൈമില് ദളപതി വിജയ് തെലുങ്ക് സിനിമയിൽ നിന്ന്, പ്രത്യേകിച്ച് മഹേഷ് ബാബുവിന്റെ സിനിമകള്, അവിടെ ഹിറ്റാവുന്ന സിനിമകൾ ഇങ്ങോട്ട് റീമേക്ക് ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. അത് ദളപതി വിജയ് മാത്രമല്ല, എല്ലാ ഭാഷകളിലും അങ്ങോട്ടും ഇങ്ങോട്ടും റീമേക്കുകൾ ഉണ്ടായിരുന്നു. ശരിക്കും റീമേക്കുകൾ ഇല്ലാണ്ട് സിനിമകൾ ചെയ്തിരുന്ന ഒരേ ഒരു ഇൻഡസ്ട്രി സത്യം പറഞ്ഞാൽ നമ്മുടെ മലയാളം ഇൻഡസ്ട്രി തന്നെയായിരുന്നു. ഈ പോക്രി എന്ന് പറയുന്ന സിനിമ വരെ ഈ മഹേഷ് ബാബുവിനെ നായകനാക്കിയിട്ട് പൂരി ജഗന്നാഥ് ഡയറക്ട് ചെയ്ത പടമായിരുന്നു. അതും ദളപതി വിജയ് ഇങ്ങോട്ട് റീമേക്ക് ചെയ്ത് വൺ ഹിറ്റ് ആക്കിയിട്ടുള്ള സിനിമയാണ്. അപ്പൊ പറഞ്ഞു വന്നത്, ഗില്ലി സിനിമ കണ്ടു കഴിഞ്ഞിട്ട് കുറെ പേർക്ക് പിന്നീടാണ് അറിയുന്നത് ഇത് ഒക്കടു എന്ന് പറഞ്ഞ സിനിമയുടെ റീമേക്ക് ആണെന്നുള്ളത്. പക്ഷെ ഒക്കടുവിനേക്കാളും അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ആ സിനിമ റീമേക്ക് ചെയ്തിട്ടുണ്ട്. സാധാരണ ഈ റീമേക്ക് സിനിമകൾ വരുമ്പോൾ ഒന്നില്ലെങ്കിൽ കട്ട് കോപ്പി പേസ്റ്റ് പോലെ വരിക, അതല്ലെങ്കിൽ ഒറിജിനലിനോട് നീതി പുലർത്താത്ത രീതിയിൽ ഒരു ഉണ്ടമ്പുരി സെറ്റപ്പായിട്ട് ഇറക്കലാണ് സാധാരണ റീമേക്ക് സിനിമകൾ വരാറ്. ഭൂരിഭാഗവും ഇല്ല, കുറെ നല്ല സിനിമകളുണ്ട്. പക്ഷെ ഗില്ലിയുടെ കാര്യത്തിൽ എടുക്കുമ്പോൾ ഒക്കടുവിനേക്കാളും അടിപൊളിയായിട്ട് ഗില്ലി റീമേക്ക് ചെയ്യപ്പെട്ടു. ധരണിയാണ് ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ധരണിക്ക് അന്ന് അത്യാവശ്യം നല്ല ഒരു സെറ്റപ്പുള്ള ടൈമൊക്കെ തന്നെയായിരുന്നു. ഈ സിനിമ വൺ ഹിറ്റായി മാറി. വൺ ഹിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ദളപതി വിജയുടെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്ന്. കളക്ഷൻ വൈസ് അല്ല ഞാൻ പറഞ്ഞത്. കളക്ഷൻ വൈസ് ഇപ്പോൾ ടിക്കറ്റിന്റെ റേറ്റ് ഒക്കെ കൂടിയ സ്ഥിതിക്ക് ഇന്നത്തെ കാലഘട്ടത്തിലാവും. ഞാൻ പറഞ്ഞത് കൊമേഴ്സ്യൽ വാല്യൂം പിന്നെ അതേപോലെ തന്നെ സിനിമയുടെ വാല്യൂം വെച്ച് കണക്കൂട്ടി നോക്കുമ്പോൾ വൺ ഹിറ്റ് തന്നെയാണ്. കരിയറിൽ എടുത്തു പറയത്തക്ക സൂപ്പർ സ്റ്റാർഡത്തിലേക്ക് നയിച്ചൊരു സിനിമ തന്നെയാണ് ഗില്ലി എന്ന് പറയുന്നത്. ആ ഗില്ലിയാണ് ഇന്ന് 20 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും റീ റിലീസ് ചെയ്തത്. തമിഴ്നാട്ടിൽ ശരിക്കും ഒരു സെലിബ്രേഷൻ തന്നെ മാറിയിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ സെലിബ്രേഷൻ ആയി എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇപ്പൊ 15 കോടി രൂപയ്ക്ക് മേലെ ഈ സിനിമ കളക്ട് ചെയ്ത് കഴിഞ്ഞു. കാരണം ഈ നമ്മുടെ ഇപ്പൊ ഈ അടുത്ത് ഗോട്ടിന്റെ സെറ്റില് പോയിട്ട്, ഗോട്ടിന്റെ സെറ്റിലോ ദളപതിയുടെ വീട്ടിലോ ഈ സിനിമ റീ റിലീസ്, അതായത് 4K റീ റിലീസ് ചെയ്ത ഡിസ്ട്രിബ്യൂട്ടർ പോയിട്ട് ദളപതിക്ക് വലിയ മാലയൊക്കെ ഇട്ട് കൊടുത്ത് പുള്ളിയോട് ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്തിരിക്കുകയാണ്. சார் ஒரு ரெக்வஸ்ட் சார். நிறைய நீங்க அரசியலுக்கு மக்களுக்கு டைப் பண்ணுங்க. வருஷத்துக்கு ஒரு படமாவது ஒரு படமாவது பண்ணுங்க. அதாவது ஸ்டேஜ்ல பூஸ்ட் பம்பாங்க. அந்த ஆடியன்ஸோட செலிப்ரேஷன் சரி, வியாபாரம் எல்லாம் தாண்டி அந்த செலிப்ரேஷன் வந்து என்னையும் ஒரு ரசிகனா பூஸ்ட் பம்ப் பண்ணுவீங்க. தொடர்ந்து படம் பண்ணிக்கிறேன். ദയവ് ഇത് ഒരു വർഷത്തില് ഒരു പടെങ്കിലും ചെയ്യണം എന്നുള്ളത്. കാരണം അത്രമാത്രം നിങ്ങൾക്ക് ബോക്സ് ഓഫീസ് സ്റ്റാർട്ട് ഉണ്ടെന്നാണ് പുള്ളി പറയണത്. കാരണം അത് ദളപതിയോട് നേരിട്ട് കൈകളിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ച് പറയാണ്. അത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. കൊല്ലത്തിൽ ഒരു പടങ്കിലൊക്കെ കണ്ണാ നിങ്ങൾ ചെയ്യണം. നിങ്ങൾ സിനിമ നിർത്തുമെന്ന് പറഞ്ഞാൽ നമ്മളെ പോലത്തെ ആരാധകർക്ക് അതൊക്കെ ഭയങ്കര വിഷമമുള്ള കാര്യം തന്നെയാണ്. കാരണം ഒരു സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്താന്ന് പറയുന്നത് ഒരു കാര്യത്തിൽ നല്ലതാണ്. പക്ഷെ ദളപതിയുടെ കാര്യത്തിൽ ചെയ്യാതിരിക്കണം എന്നുള്ളത്. കൊല്ലത്തിൽ ഒരേ ഒരു പടം ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിക്കും ആളുടെ പൊളിറ്റിക് ഫ്യൂച്ചറിനും അതൊരു ബൂസ്റ്റപ്പ് തന്നെയായിരിക്കും. സോ പറഞ്ഞു വന്നത്, ഈ ഗില്ലി എന്ന് പറയുന്ന സിനിമ ഇപ്പോഴും നല്ല രീതിയിൽ കളക്ഷൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. കുറെ പേര് 2K കിഡ്സ് എന്ന് പറയുന്ന 2000-ന് ശേഷം ജനിച്ചിട്ടുള്ള ആൾക്കാരുകൾ ഗില്ലി സിനിമയൊക്കെ തിയേറ്ററിൽ കാണാൻ പറ്റാത്തവര് ടിവിയിലും അല്ലെങ്കിൽ DVD അല്ലെങ്കിൽ മൊബൈലിലേക്ക് കണ്ടിട്ടുണ്ടാവുക. അവര് വരെ ഇപ്പൊ തിയേറ്റേഴ്സിൽ പോയിട്ട് സിനിമ കാണുകയാണ്. തമിഴിൽ കുറെ സിനിമകൾ റീ റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഗില്ലിയുടെ തട്ട് താണ് തന്നെ ഇരിക്കുന്നു പറയുന്ന പോലത്തെ അവസ്ഥയാണ്. ഇപ്പോഴും നല്ല കളക്ഷൻ ഉണ്ട്. നമ്മുടെ കേരളത്തിൽ അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും നല്ല കളക്ഷൻ ഉണ്ട്. ട്രിവാൻഡ്രം, പാലക്കാട്, തൃശ്ശൂർ ഇവിടെ ഐനോക്സിൽ മാത്രമുള്ള ഒന്നുമുണ്ട്. അത് കാരണം എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. എന്തായാലും ഗില്ലിയുടെ ഡയറക്ടർ ധരണി ദളപതിനെ പോയി കണ്ട് ഫോട്ടോയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു പുറത്ത്. ഗില്ലി 2 പ്ലാനിലുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അത് വേണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഗില്ലി 2 എടുത്ത് വെറുതെ ഉണ്ടാക്കി ഗില്ലിയുടെ വില കളയാൻ നിൽക്കണ്ട. അതൊക്കെ എപ്പിക് ആയിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു
ഒരു നല്ല സിനിമ, ചില സിനിമകളുണ്ട്, ഇപ്പൊ മണിച്ചിത്രത്താഴ്, CID മൂസ, അതിനൊക്കെ 2ാം ഭാഗം കൊണ്ടുവരാതിരിക്കണം എന്നല്ല. അതേപോലെ തന്നെയാണ് ഗില്ലി 2ാം ഭാഗം കൊണ്ടുവന്ന് വെറുതെ ഉള്ള പേര് കളയാൻ നിൽക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോഴത്തേക്കും ഇന്നത്തെ വീഡിയോയിലുള്ളത് ഗില്ലി സിനിമ നിങ്ങളൊക്കെ തിയേറ്ററിൽ വീണ്ടും റിലീസ് ചെയ്തപ്പോൾ പോയി കണ്ടു എന്നുള്ളത് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ ദളപതിയുടെ ഏത് സിനിമയാണ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം റിലീസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ മിസ്സായിട്ടുള്ള ഏത് സിനിമയാണ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം എന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ നിന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്റെ പേഴ്സണൽ ആഗ്രഹം പറയുകയാണെങ്കിൽ എനിക്ക് തിരുപ്പാച്ചി സിനിമ ഒന്ന് കാണണം എന്ന് ആഗ്രഹമുണ്ട്. തിരുപ്പാച്ചി എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് എൻ്റെ. അപ്പോൾ തിരുപ്പാച്ചി സിനിമ 4K റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും പോയി കാണുന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടില്ല. ബാക്കി ഓൾമോസ്റ്റ് കുറെ പടങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതൊക്കെ നമ്മൾ തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്. ശിവകാശി കണ്ടിട്ടുണ്ട്, വേട്ടക്കാരൻ കണ്ടിട്ടുണ്ട്, പോക്കിരി, കുരുവി, അഴകിയ തമിഴ് മകൻ എല്ലാം കണ്ടിട്ടുണ്ട്. കുറച്ചും കൂടി ബാഗിലുണ്ട്, ഗുഷി വരെ തിയേറ്ററിൽ കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ എനിക്ക് തിരുപ്പാച്ചി മിസ്സായിട്ടുണ്ടായിരുന്നു, ഗില്ലി മിസ് ചെയ്യാനായിരുന്നു. പക്ഷെ ഗില്ലി കാണാനുള്ള അവസരമില്ല. തിരുപ്പാച്ചി ഇറങ്ങി കഴിഞ്ഞാൽ അത് കാണുന്ന ഒരു ആഗ്രഹം. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ് റിലീസ് ചെയ്യേണ്ടതെന്നുള്ളത് ദളപതിയുടെ വീഡിയോയുടെ താഴ്ന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക.